ഹൃദയം നന്നായിട്ട് അറിയുകയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് എബ്രായ ലേഖനത്തിൽ മനുഷ്യന്റെ ഈ ട്രൈക്കോട്ടമിയുമായി ബന്ധപ്പെട്ട് 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ്, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ കടന്നു ചെല്ലുന്നതും ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവന് മറഞ്ഞു കിടക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം ഉൾപ്പെടെ സകലരുടെയും ഹൃദയത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്നായി അറിയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുകയാണെങ്കിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കുവാനിട വരും. സദൃശ്യവാക്യം 4-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ഓർക്കുക, നിങ്ങളിൽ നിന്ന് നന്മയാണോ പുറപ്പെടേണ്ടത്, ജീവനാണോ പുറപ്പെടേണ്ടത്, സൗഖ്യമാണോ പുറപ്പെടേണ്ടത്, വിടുതലാണോ പുറപ്പെടേണ്ടത്? എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. മരണമാണോ പുറപ്പെടേണ്ടത്, തകർച്ചയാണോ പുറപ്പെടേണ്ടത്, ശാപമാണോ പുറപ്പെടേണ്ടത്? എവിടെ നിന്നാണ് ഒരു വ്യക്തിയിൽ അത് ആരംഭിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ നിന്നാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ഹൃദയത്തെ കാക്കണമെങ്കിൽ ഓർക്കുക, ഇന്ദ്രിയങ്ങളെയും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കണ്ണുകളെയും ചെവികളെയും നാസീഗ്രന്ഥത്തെയും അധരത്തെയും സ്പർശനത്തെയും ഇന്ദ്രിയങ്ങളെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുവാൻ കഴിയും. ദൈവവചനത്തിൽ ഈ ഹൃദയം എന്ന വാക്ക് വരുമ്പോൾ അതുകൂടെ ഞാനൊന്ന് വിശദീകരിച്ച് നമ്മൾ അർത്ഥമാക്കുന്നത്, ഹൃദയം എന്ന പദം കൊണ്ട്, മനസ്സെന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ഭാഷയിൽ ലെബ് ആൻഡ് ലെബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ കാർഡിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാർഡിയ എന്ന വാക്കിൽ നിന്നാണ് കാർഡിയോളജി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് കാർഡിയോളജി യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് യവനായ ഭാഷയാണ് കാർഡിയ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള പല വാക്കുകളും, കാർഡിയോളജി, ഗൈനക്കോളജി, അങ്ങനെയുള്ള പല വാക്കുകളും ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. കാർഡിയ എന്നാണ് ഹൃദയത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലബാൻ, ലബാബ്. ഒരു ദൈവദാസന് വേദപുസ്തകത്തിലെ ഹൃദയം 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 എന്ന് വരുന്ന വാക്കുകൾ എല്ലാം അദ്ദേഹം ഒന്ന് പഠിക്കുകയുണ്ടായി. ഏതർത്ഥത്തിലാണ് ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോൾ ലെബ് ആൻഡ് ലെബാബ്, കാർഡിയ, ഗ്രീക്കിലെ അതേ അർത്ഥവും ഹീബ്രുവിലെ അതേ അർത്ഥവും എടുത്ത് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഏതാണ്ട് 204 പ്രാവശ്യം മൈൻഡ്, മനസ്സ് എന്ന അർത്ഥത്തിലാണ് ഹൃദയം 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 എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 195 പ്രാവശ്യം വില്ല്, തീരുമാനശേഷി എന്ന അർത്ഥത്തിലാണ് ഹൃദയം ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 166 പ്രാവശ്യം ഇമോഷൻസ്, വികാരങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഹൃദയം 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 എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും അധികം പ്രാവശ്യം 257 പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദ ഹോൾ ഇന്നർ പേഴ്സൺ ഓർ പേഴ്സണാലിറ്റി. ദ ഹോൾ ഇന്നർ പേഴ്സൺ ഓർ പേഴ്സണാലിറ്റി. ആ അർത്ഥത്തിലായിരിക്കും നാം ഈ ദിവസങ്ങളിൽ ഹൃദയം എന്ന വാക്ക്, മനസ്സെന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ ഹോൾ ഇന്നർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അകത്തെ വ്യക്തിത്വം, ആ അർത്ഥത്തിൽ നാം ഈ പദം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഇവിടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, മനസ്സൊരു മഹാസമുദ്രം പോലെയാണ്. സൗകര്യാർത്ഥം ഇങ്ങനെ പറയാറുണ്ട്, ഇതിനകത്ത് അറകളുണ്ട്, മനസ്സിനകത്ത് അറകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിന്റെ അറകളിൽ പലതും നിക്ഷേപിക്കുവാൻ കഴിയും. വേണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്കിതൊക്കെ ബോധ്യമാകുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഈ നിലയിൽ പറയുന്നത്. ഈ നിലയിൽ പറയുന്നതിനാൽ അനേകർക്ക് അനുഗ്രഹവും വിടുതലും പ്രാപിക്കുവാൻ വേഗതയുണ്ട്. അറകൾ, മുറികൾ പോലെ നമ്മുടെ മനസ്സിൽ സ്ഥലമുള്ളതിനാൽ മുറികൾ പോലെ അനേകം അറകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ അറകളിൽ നമുക്ക് വേണമെങ്കിൽ സംഭവങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയും, നമുക്ക് വേണമെങ്കിൽ വ്യക്തികളെ സൂക്ഷിക്കുവാൻ കഴിയും, നമുക്ക് വേണമെങ്കിൽ വസ്തുക്കളെ സൂക്ഷിക്കുവാൻ കഴിയും. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തു പറ, നിന്റെ മനസ്സിൽ സ്ഥലമുണ്ട്. ആ മനസ്സിൽ സംഭവങ്ങളെ സൂക്ഷിക്കാം, ആ മനസ്സിൽ വ്യക്തികളെ സൂക്ഷിക്കാം, ആ മനസ്സിൽ വസ്തുക്കളെ സൂക്ഷിക്കാം.
അറകൾ പോലെ മുറിയിൽ മനസ്സിൽ സ്ഥലമുള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ 10 വർഷം മുൻപുണ്ടായ ഒരു സംഭവം അതിപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു വസ്തു ഇരിക്കുന്നത് പോലെ, ഈ സ്പീക്കർ ഇവിടെ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ സ്ഥലം ഓക്യുപ്പൈ ചെയ്യുകയാണ്. വർഷം 10 കഴിഞ്ഞിട്ടും അതിന്നും മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട് എന്ന് നാം പറയുന്നു. അല്ലെങ്കിൽ അതിനെ മനസ്സിലുണ്ട് എന്ന് സൗകര്യാർത്ഥം നമുക്ക് പറയാം. വ്യക്തികൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഭർത്താവ് എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഭാര്യമാർ എവിടെയുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട്. യേശുവിന് മനസ്സിൽ സ്ഥലമുള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥലമുണ്ട്. അതാണ് ചിലർ മരണം സംഭവിക്കുമ്പോൾ, ചില വ്യക്തികൾ അടുത്ത പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിക്കുമ്പോൾ മനസ്സിലൊരു ശൂന്യത വെളിപ്പെടും. അതുവരെ ആ മനസ്സിലുണ്ടായിരുന്ന വ്യക്തി മരണത്തോടുകൂടെ വേർപെട്ടിരിക്കുകയാണ്, ഒരു ശൂന്യത വെളിപ്പെടുകയാണ്. വ്യക്തികൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ വസ്തുക്കൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ നിങ്ങൾ ബോംബെയിലോ ഡൽഹിയിലോ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് വിളിച്ചു ചോദിക്കും, ആ കാർ നീ കഴുകിയോ? അവിടെ ആയിരിക്കുമ്പോഴും ആ കാറിനെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ കാറിന് അർത്ഥത്തിൽ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഇപ്പോൾ ഇവിടെ നിന്ന് ഓർക്കുമായിരിക്കും, വീട്ടിൽ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടാണോ വന്നത്? എന്തുകൊണ്ടാ? നിന്റെ ആ വീടിന് നിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ട്, നിന്റെ ഗ്യാസിന്, വസ്തുക്കൾക്ക് ഹൃദയത്തിൽ സ്ഥലമുണ്ട്. മഹാസമുദ്രം പോലെയുള്ള ഈ മനസ്സിൽ പലതിനും സ്ഥലമുണ്ട്. ഈ നല്ല കാര്യങ്ങളാണ് അതുകൊണ്ട് ആ മനസ്സിൽ നിറയ്ക്കേണ്ടത്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി തിന്മ നിറഞ്ഞതാകുന്നതിനാൽ ഈ മനസ്സിൽ അറിയാതെ തിന്മ നിറഞ്ഞ അനേകം കാര്യങ്ങൾ നാം നിക്ഷേപിച്ചു വെക്കും. അനേകം സംഭവങ്ങൾ തിന്മ നിറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു അടഞ്ഞു കിടക്കുന്ന വീടിന് സമാനമാണ് പലരുടെയും മനസ്സെന്ന് പറയുന്നത്. ആ ഗൾഫിൽ നിന്ന് വരുന്നവർ വീട് പണിയാറുണ്ടല്ലോ, ആ വീട് പണിഞ്ഞതിന് ശേഷം പൂട്ടിയിട്ടവർ മടങ്ങിപ്പോകും. 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ആദ്യം അവരെ സ്വാഗതം ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ ചെലന്തി വലയായിരിക്കും. തട്ടിമാറ്റി അകത്ത് കയറുമ്പോൾ പാറ്റ അതുവഴി ഓടുന്നു, എലി ഇതുവഴി ഓടുന്നു. അകത്തെ മുറിയിൽ വേണമെങ്കിൽ പാമ്പ് കുടുംബമായിട്ട് പാർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാ പലരുടെയും മനസ്സ്. അതിനകത്ത് നല്ലതൊന്നുമില്ല. ചത്ത എലിയും പാറ്റായും ചിലന്തി വലയും പാമ്പ് കുടുംബമായും പാർക്കുന്ന ആ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, അതിനെ ആ വിടുതലിലേക്ക് നയിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും കഴിയുമോ? സൈക്കാട്രിസ്റ്റ് പരാജയപ്പെട്ടു എങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരാൾക്ക് നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ കഴിയും. യേശു എന്നാകുന്നു അവന്റെ പേര്. യേശു നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, അകത്തുള്ള പാമ്പിനെ തല്ലിക്കൊന്നവനെ പുറത്തു കളഞ്ഞ്, ആ ചത്ത എലിയെ നീക്കിക്കളഞ്ഞ് അതിനുപകരിക്കുന്ന ഒരു വാക്വം ക്ലീനറാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലെ അനാവശ്യമാകുന്ന കാര്യങ്ങളെ സക്ക് ചെയ്ത്, ആ പൊടിപടലങ്ങളെ പോലും സക്ക് ചെയ്ത് നന്മ കൊണ്ട് നിന്റെ മനസ്സ് നിറയുവാൻ പോകുകയാണ്. സ്നേഹം കൊണ്ട് നിന്റെ മനസ്സ് നിറയുവാൻ പോകുകയാണ്. കരമടിച്ച ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ശക്തിയോടുകൂടെ ചില നിമിഷങ്ങൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ആ മനസ്സ് നന്മ കൊണ്ട് നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിന്മകൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകട്ടെ. ഖരവസ്തു പോലെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന തിന്മകളെ വചനമെന്ന ദൈവിക ആയുധം ഉപയോഗിച്ച് യേശുവിനാൽ ആ ഖരവസ്തു പോലെയുള്ള തിന്മ നിന്റെ മനസ്സിൽ നിന്ന് പുറത്തു പോയാൽ അവിടെ ഒരു ശൂന്യത വെളിപ്പെടും. ആ ശൂന്യതയെ നമുക്ക് എന്തുകൊണ്ട് നിറയ്ക്കാൻ കഴിയുമെന്നറിയാമോ? ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. തിന്മകളെ പുറത്തു കളഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, മനസ്സിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. അഭിഷക്തന്മാരുടെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ തിന്മകളെ പുറത്തു കളഞ്ഞതിന് ശേഷം അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു ആ ശൂന്യതകൾ. നിന്റെ ഉള്ളിൽ സ്ഥലം വർദ്ധിക്കുന്നതിനാൽ നിനക്ക് അഭിഷേകത്തിൽ വർദ്ധിക്കുവാൻ കഴിയും. ആ ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്നാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ വിളിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ കൊരിന്ത്യയിലെ വിശ്വാസികളെ കുറിച്ച് വചനം അറിയാവുന്നവർക്ക് ഏകദേശ രൂപമുണ്ടല്ലോ. അവരോട് പറയുന്നത്, ആ സാൽവേഷൻ എന്ന പാക്കേജിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതൊരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് നിങ്ങൾക്കൊരു പുതിയ മനസ്സുകൂടെ ലഭിക്കുകയാണ്. ആരുടെ മനസ്സാണ്? ക്രിസ്തുവിന്റെ മനസ്സ്. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിന്റെ മനസ്സ്. 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ?
നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്. ഉറക്കെ പറയുക, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്. നീ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിൽ നീ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണ്.